ഇന്നിനിപ്പോ എന്താണോ കറി വെക്ക ഉച്ചക്ക്? എന്നും ഒരു ചീരയും സാമ്പാറും വെച്ച് മതിയായി മനുഷ്യന്. എന്തേ അമ്മ നൂഡിൽസ് ഉണ്ടായി തരുമോ? തുടങ്ങി രാവിലെ തന്നെ ഒരു നൂഡിൽസ് തീറ്റി അവളുടെ. എന്നാ അമ്മ പ്ലീസ് അമ്മ, ഇന്ന് സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ടല്ലേ. സ്കൂളിലെ ദിവസം നീ തീരെ പറയലില്ലല്ലോ, എപ്പൊ നോക്കിയാലും ഒരു നൂഡിൽസ് നൂഡിൽസ്. എന്താ അമ്മേ, അപ്പുക്കുട്ടനും പ്രിയ ചേച്ചി ഒക്കെ കൂടെ പറഞ്ഞിട്ട് ഞാൻ വന്നേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നൂഡിൽസ് ഒക്കെ തിന്നാ അമ്മ. ആണാ, എന്നാ എന്റെ പ്രിയ ചേച്ചിനെ അങ്ങോട്ട് പറഞ്ഞു വിടി. ഓളോട് പറയേ ഓളെ കൈ തേഞ്ഞൊന്നും പോകത്തില്ല, അടുക്കളയിൽ വന്ന് ഞാൻ എന്തൊരു സഹായം ചെയ്തെന്നാലിത് പോത്തില്ല വലുതായാലോള്. നാളെ മറ്റന്നാളെ കെട്ടിച്ചു വിടാനുള്ള പെണ്ണാണ്, ഒരു പണിയും ചെയ്യാതെ കുട്ടികളെ കൂടെ ബോളും കളിച്ച് നടക്കണോള്. അമ്മേനെ ചേച്ചി ഉണ്ടാക്കിയ രസമൊന്നും ഉണ്ടാവില്ല ഫുഡ്, അതുകൊണ്ടാ ചേച്ചി വരാത്തത്. അതെ, എല്ലാരും അങ്ങനെ തന്നെയാ തുടക്കത്തില് ഉണ്ടാക്കി പഠിക്കണോ. അതിനാണ് വെക്കേഷൻ സമയത്തൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ അമ്മേനൊന്ന് സഹായിച്ചേ. അപ്പൊ നിങ്ങൾക്ക് ആർക്കും അടുക്കളന്റെ പരിസരത്തോട് വന്നിടാം. ഭക്ഷണം ആയോ ആയോ എന്ന് ചോദിച്ചാ ഹാന്നും കൂടെ എത്തി നോക്കില്ലല്ലോ. എന്താ അമ്മേ, അമ്മ ഇന്നൊരു ദിവസം നൂഡിൽസ് ഉണ്ടാക്കി താ അമ്മേ പ്ലീസ്. അച്ഛനെ അവിടെ പേപ്പറിന് മോളെ മലന്ന് കിടക്കുന്നുണ്ടാവും, അച്ഛനോട് പറയും ഓർഡർ ചെയ്ത് വാങ്ങി തരാന്. അച്ഛനോട് പറഞ്ഞതാ, അച്ഛൻ പറഞ്ഞ അമ്മേനോട് ഉണ്ടാക്കി തരാൻ. ഓർഡർ ചെയ്യാനൊക്കെ കുറെ പൈസ ആവുന്ന അച്ഛൻ പറയുന്നത്. ശരി, അപ്പൊ അച്ഛന്റെ അടുത്ത് പോയി ഓർഡർ ചെയ്യാനൊക്കെ പറഞ്ഞു നടക്കൂലെന്ന് തോന്നിയപ്പോ ഇങ്ങോട്ട് അടുക്കളയിലേക്ക് കയറി പോന്നാലേ. എന്താ അമ്മേ, അത് പിന്നെ ഓർഡർ ചെയ്യാനേ വല്ല ചിക്കൻ നൂഡിൽസ് ഒക്കെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. അവളുടെ ഒരു ചിക്കൻ നൂഡിൽസ്. ഇവിടെ ചപ്പാത്തിയും പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ? എന്നും ഇതൊക്കെ തന്നെയല്ല അമ്മ തിന്നുന്നത്, ഒരു ടേസ്റ്റും ഇല്ല, വായിൽ വെക്കാൻ കൊള്ളത്തില്ല. അത് ശരി, ഞാനേ രാവിലെ തൊട്ടിങ്ങാട്ടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉള്ള പണികൾ മുഴുവൻ ചെയ്തു കൂട്ടി അതിന്റെ കൂടെ ഭക്ഷണം ഉണ്ടാക്കി തന്ന് നിങ്ങൾക്കൊക്കെ വായിൽ വെച്ചിട്ട് അതിനൊന്നും ഒരു രുചിയില്ല, വായിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഒക്കെ ഇപ്പൊ നൂഡിൽസ് വേണം. അമ്മ സ്വന്തമായിട്ട് ഈ അടുക്കളയിൽ വന്നിട്ട് ഒരു പ്ലേറ്റും ഗ്ലാസ് എങ്കിലും നിങ്ങൾ എടുക്കലുണ്ടോ? എന്തെങ്കിലും ഒരു പണി ഇവിടെ എടുത്തു നോക്കി, അപ്പൊ അറിയാം അതിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട്. ഇതൊന്നും അറിയില്ല. തിന്നാൻ നേരത്തെ അവിടെ കൈയും കഴുകി വന്ന് ഇരുന്നിട്ട് മറ്റുള്ളവരുണ്ടാക്കിയ ഭക്ഷണത്തിന് കുറ്റം പറയാൻ നടക്കുകയാണ് അച്ഛനും മക്കളും കൂടി. ഞങ്ങൾ മാത്രമൊന്നല്ലോ, അച്ഛമ്മയും മിലിമോളും ഒന്നും ഇവിടെ ഒരു പണി എടുക്കുന്നില്ലല്ലോ. അവരോടൊന്നും അമ്മ പറയുന്നില്ലല്ലോ. അവരോട് ഇനി ഞാൻ പറഞ്ഞാൽ നന്നാവാൻ പോവില്ല അവര്. എന്തിനാ അമ്മ ഞങ്ങൾ മാത്രം എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നത്? ഞാൻ ആരും കുറ്റം പറഞ്ഞില്ല. എന്നോട് ആരും ഇങ്ങോട്ട് അതുണ്ടാക്കി ഇതുണ്ടാക്കി തന്നു പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് വേണമെങ്കിൽ ഇവിടെ വന്ന് ഉണ്ടാക്കിക്കോളി. ഞാൻ ഇവിടെ ചോറും കറി ഉണ്ടാക്കി വെക്കും, രാവിലെ ചായ ഉണ്ടാക്കി വെക്കും. അത് പറ്റെങ്കിലേ പറ്റുന്ന പോലെ മാത്രം തിന്നാൽ മതി. ഒരു നിർബന്ധമില്ല ഞങ്ങൾ ആരും കഴിക്കണമെന്ന്. മനുഷ്യവിടെ പ്രാന്തെടുത്ത് നിർത്തിയാ പോയിക്ക് എന്റെ കൺമുന്നിൽ ഇല്ല, നാളെ ഞാൻ എടുത്ത് തരും. അമ്മ ഫുള്ള് കൽപ്പിലാണല്ലോ, നൂഡിൽസിന്റെ കാര്യം തീരുമാനമായി. ഇതിങ്ങൾക്ക് നൂഡിൽസിൽ ആരെ കൂടാത്രം കൊടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 24 മണിക്കൂർ നൂഡിൽസ് തീറ്റി. അമ്മമ്മേ 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 അമ്മമ്മേ, ഈശ്വരാ അനക്കൊന്നും ഇല്ലല്ലോ, കാറ്റ് പോയോ? അമ്മമ്മേ അമ്മമ്മേ, അയ്യോ എന്താ എന്താ അമ്മമ്മേ, എന്ത് പറ്റി? നീയായിരുന്നോ? മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലല്ലോടി നീ. അത് പിന്നെ അമ്മമ്മ എന്താ ഇവിടെ കിടക്കുന്നേ? ഞാൻ വിചാരിച്ചു ഞാൻ നല്ലൊരു സ്വപ്നം കണ്ട് വരികയായിരുന്നു, നശിപ്പിച്ചു നീ അത്. അപ്പൊ സ്വപ്നം കണ്ട് സുഖിച്ച് കിടക്കായിരുന്നല്ലേ? ഞാൻ എത്ര വട്ടമെന്നറിയാം അമ്മമ്മേനെ വിളിച്ചത്, അമ്മമ്മയ്ക്ക് ഒരേ അനക്കൂല്ല. ഞാൻ വിചാരിച്ച അമ്മമ്മേന്റെ കാറ്റ് പോയിന്ന്. കാറ്റ് പോയിന്നോ? എടി മഹാഭാവി, നീയൊക്കെ കൂടി എന്നെ കൊല്ലാതെ കൊല്ലുമല്ലോ. അത് പിന്നെ ഞാൻ എത്ര നേരെ അമ്മമ്മേനെ വിളിക്കുന്നത്. ഞാൻ നല്ലൊരു സ്വപ്നം കാണായിരുന്നു എന്റെ മിലിമോളെ. നീ എന്തിനാ എന്നെ വിളിച്ചുണർത്തിയത്? ഞാനിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയനെ. പഞ്ചായത്ത് പ്രസിഡന്റോ? അതെ മക്കളെ, ഞാനിവിടെ നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നതും പിന്നെ വിജയിച്ച് ഞാൻ പ്രസിഡന്റ് ആവുന്നതൊക്കെ സ്വപ്നം കണ്ട അങ്ങനെ കിടക്കേനി. അതല്ല തമാശയാണല്ലോ അമ്മാമേ. തമാശ ഒന്നല്ല മോളെ. പാർട്ടിക്കാർ ഒരുപാട് വട്ടം ഈ അമ്മാമേന്റെ അടുത്ത് വന്ന് ചോദിച്ചതാ, ഇലക്ഷന് മത്സരിക്കുന്നുണ്ടോന്ന്. അതെപ്പോ? അമ്മമ്മ ചുമ്മാ തള്ളല്ലേട്ടാ അമ്മമ്മേ. തള്ളേ? നിനക്ക് സംശയം ഉണ്ടല്ലേ? നിന്റെ അമ്മേനോടോ മാമനോടോ ചോദിച്ചു നോക്ക്. ഞാനേ നല്ല രാഷ്ട്രീയക്കാരിയായിരുന്നു. എന്തിനാ അമ്മമ്മ ചുമ്മാ എന്റെ അടുത്ത് തള്ളി മറിക്കുന്നേ? ഇങ്ങനത്തെ പുള്ളേടിയൊക്കെ ആ പ്രിയനോട് പാറുവിന്റെ അടുത്തൊക്കെ മതി. എന്റെ അടുത്തേ അതൊന്നും ചെലവാകത്തില്ല. നിനക്കൊന്നും അറിയാഞ്ഞിട്ടാ നിനക്ക് ഈ അമ്മമ്മേനൊന്നൊരു വിലയില്ലാത്ത. ഞാനേ രാഷ്ട്രീയത്തിൽ എത്ര വർഷമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നിനക്ക് അറിയോ? പാർട്ടിക്കാരൊക്കെ മത്സരിക്കായിരുന്നു എന്നെ ഇലക്ഷൻ ഒന്ന് നിർത്താൻ വേണ്ടിട്ട്. നിർത്തിയാ അപ്പം തന്നെ ജയിച്ചേനെ. ഇപ്പൊ ഞാൻ നിന്നാലേ ഞാനേ ജയിക്കത്തുള്ളൂ. ഇന്നിപ്പോ കുറെ പേര് ഇവിടെ വോട്ട് ചോദിച്ചു വന്നല്ലോ. അപ്പൊ ഞാനേ എന്റെ കഴിഞ്ഞ കാലമൊക്കെ ഓർക്കായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടേ. എന്നാ പിന്നെ അമ്മാമയ്ക്ക് ഇപ്പൊ ഇലക്ഷന് നിൽക്കായിരുന്നില്ലേ? ഞാനും അത് ആലോചിച്ചേ. നാട്ടിലും കുടുംബത്തിലൊന്നും ഇപ്പൊ എനിക്കൊരു വിലയില്ല. ഞാനെങ്ങാനും ഇലക്ഷന് നിന്ന് ജയിച്ചേ പ്രസിഡന്റ് വല്ലതും ആയി കഴിഞ്ഞാലേ എന്നെ വകവെക്കാത്തവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കായിരുന്നു എനിക്ക്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അമ്മമ്മേ? പിന്നെ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാലേ എന്ത് വേണം ചെയ്തൂടെ മക്കളെ നമുക്ക്? അതുവരെയല്ലേ, ജയിക്കുന്നവരെയല്ലേ ഈ സ്ഥാനാർത്ഥികളൊക്കെ നാട്ടുകാരെ താങ്ങി നടക്കത്തുള്ളൂ. പിന്നെ ഈ നാട്ടുകാരൊക്കെ അവരുടെ പിറകെ നടക്കണ്ടേ മക്കളെ? എന്നാ പിന്നെ അമ്മമ്മ എന്തായാലും മത്സരിക്ക്. അമ്മമ്മ ജയിച്ചിട്ട് വേണം ആ പാറുവിനും പ്രിയക്കൊക്കെ നല്ല പണി കൊടുക്കാൻ നമുക്ക്. അതിപ്പോ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് ഇപ്പൊ ഇലക്ഷനും ആവാനായില്ലേ മക്കളെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാലും നമുക്ക് മാമനോട് പറഞ്ഞാലോ അമ്മമ്മയ്ക്ക് ഇലക്ഷന് നിക്കണമെന്നേ. വേണമെങ്കിൽ അമ്മമ്മയ്ക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിക്കാലോ. ശരിയാ, ഞാൻ എന്തായാലും നിന്ന് കഴിഞ്ഞാൽ ഞാനേ ജയിക്കത്തുള്ളൂ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട മോളെ. അമ്മമ്മയ്ക്ക് എത്ര ഉറപ്പാണ് നമുക്ക് നിക്കാം അമ്മമ്മേ? കൊറേ പൈസ ഒക്കെ കിട്ടുന്ന ഞാൻ കേട്ടത്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ
അമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അഴിമതിയൊക്കെ കാണിച്ചാ മതി, നമുക്ക് വലിയ പൈസക്കാരും ആവാം. അതിന് എന്റെ മനസ്സിലുള്ളത് വിളിമോളെ. എന്നിട്ട് വേണം എനിക്ക് അമേരിക്കയൊക്കെ ഒന്ന് പോയി കാണാന്. എന്നാലേ അമ്മമ്മേ, ഞാൻ പോയിട്ടേ മാമിന്റെ അടുത്തും മാമന്റെ അടുത്തും എല്ലാരുടെ അടുത്തും പറഞ്ഞിട്ട് വരാം. അമ്മമ്മ അടുത്ത് സ്ഥാനാർത്ഥിയാവാൻ പോവാണേത്. ചെല്ലേ, മോള് പോയി എല്ലാരോടും പറഞ്ഞോ, എല്ലാവർക്കും എന്നോട് അസൂയായിരിക്കും. ഓ വിളിമോളെ, നോക്ക്, മൂന്നും കൂടെ മണപ്പിച്ച് വരുന്നുണ്ട്. ഇവർക്ക് വിട്ട് വേണം ആദ്യം പണി കൊടുക്കാൻ എന്റെ അമ്മമ്മേ. അത് പിന്നെ പറയാനുണ്ടോ വിളിമോളെ? എടി പാറു, നിന്റെയൊക്കെ അഹങ്കാരം ഇന്നത്തോടെ തീരുവടി. എന്റെ അമ്മമ്മ ഉണ്ടല്ലോ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവാ. അമ്മമ്മ എങ്ങനെ ജയിച്ചു കഴിഞ്ഞാണല്ലോ, നിങ്ങളെ വീട്ടിൽ നിന്നല്ല ഈ നാട്ടിൽ നിന്ന് ഓടിക്കും വിളിമോള്. ശരിയൊക്കെ ഇനി നിങ്ങൾക്ക് ഇനിയേ കരയാനുള്ള സമയം. അതന്നെ, എന്റെ അമ്മമ്മ ജയിച്ചു കഴിഞ്ഞാലേ നിങ്ങളുടെ മുഖത്ത് നീ ചിരി കാണത്തില്ല. എന്തെന്നാടി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേ? പ്രാന്തായി പോയോ നിങ്ങൾക്ക്? എന്റെ അമ്മമ്മ ജയിച്ചേ പ്രസിഡന്റ് ആവും. ആ, ഇവർക്കൊക്കെ പ്രാന്താവുള്ള സാധ്യത ഉണ്ട് മിലിമോളെ. ഞങ്ങൾക്ക് പ്രാന്തായതല്ല, നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായ പോലെ ഒരാൾ പോലെ അച്ചമ്മയ്ക്ക് വോട്ട് ചെയ്യൂല, പിന്നെയല്ല പ്രസിഡന്റ് ആവും പോലും, പ്രസിഡന്റ്. പിന്നെ എന്റെ അമ്മമ്മേ, ഇലക്ഷന് നിക്കേണ്ട താമസേ ഉള്ളൂ. എല്ലാരും കൂടെ വോട്ട് ചെയ്തേ അമ്മമ്മനെ വിജയിപ്പിക്കും. പിന്നെ ഇപ്പൊ വോട്ട് കിട്ടും. ഈ വീട്ടിൽ നിന്ന് പോലും ഒരു വോട്ട് കിട്ടില്ല അച്ചാമ്മയ്ക്ക്, പിന്നെയല്ലേ നാട്ടിൽ നിന്ന് വോട്ട് കിട്ടാൻ പോകുന്നത്. ആര് പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് ഒരു വോട്ട് കിട്ടത്തില്ലെന്ന്? നിങ്ങളൊന്നും എനിക്ക് വോട്ട് ചെയ്യില്ലെന്ന് എനിക്ക് അറിയാം, പക്ഷെ എന്റെ മിലിമോൾ എനിക്ക് വോട്ട് ചെയ്യും. എന്റെ അച്ചാമ്മേ, ഇലക്ഷന് നിക്കണേൽ ഒരു സാമാന്യ വിവരം വേണ്ടേ? അതുപോലെ അച്ചാമ്മയ്ക്ക് ഇല്ലല്ലോ. 18 വയസ്സ് കഴിയാത്ത ഇവളെങ്ങനെയാ അച്ചാമ്മയ്ക്ക് വോട്ട് ചെയ്യാ? അമ്മമ്മ, ഇവള് പറയുന്നൊന്നും അമ്മമ്മ കാര്യാക്കണ്ട. ഇവർക്ക് അസൂയാണ്. ഞാനേ കള്ളവോട്ടാണെങ്കിലും ചെയ്യും അമ്മമ്മക്ക്. കൊറേ നാളെ ഇങ്ങനത്തെ കോമഡിയൊക്കെ കേട്ടിട്ട് അല്ലേ മാറും. അച്ഛമ്മ ഇലക്ഷന് നിൽക്കാൻ പോവാണ് പോലും. നമ്മുടെ അച്ഛൻ പോലെ ഒരു വോട്ട് ചെയ്യില്ല അച്ഛമ്മക്ക്, പിന്നെയല്ലേ? അത് തന്നെ, പിന്നല്ലേ നാട്ടുകാരൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഓ, എന്നാലും എന്റെ അച്ഛമ്മേ, സ്വപ്നം കാണുന്നതിനൊക്കെ പരിധിയില്ലേ അച്ഛമ്മേ? കണക്കിന് അച്ഛമ്മ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നത് വരെ സ്വപ്നം കാണുമല്ലോ. ഞാൻ സ്വപ്നം കണ്ട കാര്യാരോ നിങ്ങളോട് പറഞ്ഞേ? അത് ശരി, അപ്പൊ സ്വപ്നം കണ്ടതാണല്ലേ? അമ്മാമ ഇതൊന്നും കേട്ട് ടെൻഷൻ ആവണ്ട, ഇവർക്ക് അസൂയാണ്. അമ്മാമ ഞാൻ പ്രസിഡന്റ് ആയാലേ ഇവരെ പുറത്താക്കുന്ന ഇവർക്ക് അറിയാം. അതുകൊണ്ടാ ഇവർ ഇങ്ങനെയൊക്കെ അമ്മാമേനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് എന്ത് കണ്ടിട്ടാണ് അച്ഛമ്മേനോട് അസൂയ വരേണ്ടത്? അല്ലെങ്കിൽ തന്നെ അച്ഛമ്മ ഓടി ചെല്ലുമ്പോഴേക്കേ പാർട്ടിക്കാർ അച്ഛമ്മേനെ അങ്ങ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തും. ഒന്ന് പോടി മിനി, നിന്റെ തലക്ക് ഇത്രയും വിവരല്ലേ? ചുമ്മാതല്ല നിന്നെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടത്. അതെ ചേച്ചി, അവിടെ ജീവിക്കണമെങ്കിൽ ഒരു മിനിമം കോമൺ സെൻസ് വേണ്ടേ? ആദ്യം ഇവക്ക് ഇല്ലാന്ന് തോന്നിയപ്പോഴാണ് ഇവളെ അവിടുത്തെ സ്കൂളുകാരൊക്കെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇവളെ നമ്മുടെ സ്കൂളിന് ഒരു ബാധ്യത ആയിരിക്കും. ഓ മതിയടി, കുറെ നേരമല്ലോ നിങ്ങൾ എന്നെ കളിയാക്കുന്നത്. എന്നാ പിന്നെ നിങ്ങളുടെ അമ്മേനെ കൊണ്ടുപോയി നേരത്തെ. നിങ്ങളുടെ അമ്മയ്ക്ക് എത്ര വോട്ട് കിട്ടുന്ന അറിയാലോ. ഞങ്ങളുടെ അമ്മയ്ക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. പിന്നെ അമ്മ അഥവാനം നിന്നാലുണ്ടല്ലോ അമ്മ ജയിക്കുകയും ചെയ്യും. അമ്മയ്ക്ക് നാട്ടിലെ അത്രയ്ക്ക് നല്ല പേരാ. അല്ലാതെ അച്ഛമ്മേനെ പോലെ മൂശേട്ട മുത്തശ്ശിന്നല്ല അമ്മേനെ എല്ലാരും വിളിക്കുന്നത്.